ഹൈ ഓൾ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിറാക് ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മളിനി ഓരോ കാര്യങ്ങൾ ഡിറാക് ഇക്വേഷൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിറാക് ഇക്വേഷൻ ആസ് ക്ലൈൻ-ഗോർഡൻ ഇക്വേഷന് ഡിറൈവ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ഡിറാക്കിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കഴിയും. സോ നമ്മൾ ഫസ്റ്റ് സ്പിന്നിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ക്ലൈൻ-ഗോർഡൻ്റെ ഡീമെറിറ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അവിടെ എന്തില്ല, ക്ലൈൻ-ഗോർഡൻ ഇക്വേഷൻ സ്പിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതേപോലെ നമ്മൾ ഡിറാക് ഇക്വേഷൻ്റെ കേസിൽ സ്പിന്നിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഡിറാക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് സ്പിന്നിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഈ ഡിറാക്കിൻ്റെ ഇക്വേഷനിൽ ഓൾറെഡി ഇവോൾവ് ആയി വന്ന ഒരു കോൺസെപ്റ്റാണ് സ്പിൻ. നമ്മൾ കഴിഞ്ഞ ഒരു സെമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. സ്പിന്നിൻ്റെ കേസ് പറയുമ്പോൾ ക്ലാസിക്കൽ അനലോഗസ് ആയിട്ട് ഇല്ലാത്ത ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത്, സ്പിന്ന്. സോ അപ്പോൾ നമ്മൾ ഡിറാക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിറാക് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ സ്പിന്ന് ഡിസ്കസ് ചെയ്യാണ്. സോ ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ. അപ്പോൾ ഫ്രീ പാർട്ടിക്കിൾ ഇക്വേഷൻ, നമ്മുടെ പാർട്ടിക്കിൾ എന്താണ്? ഫ്രീ. ദർ ഈസ് നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ഡിറാക് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ഫ്രീ പാർട്ടിക്കിൾ, ഒരു ഫ്രീ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ നമുക്കറിയാം വിച്ച് ഈസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അറിയാം. ഹൈസൻബർഗ് ആണെങ്കിലും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് മോഷൻ ആണെങ്കിലും ഏത് ഇക്വേഷൻ മോഷൻ കൺസിഡർ ചെയ്താലും നമുക്ക് കറസ്പോണ്ടിങ് ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മളിവിടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസാണ് എടുക്കുന്നത്. പറഞ്ഞു ഓൾറെഡി ഡിറാക് ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ സ്പിന്നിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഓൺലി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം മാത്രമേ ഐഡിയയിലുള്ളായിരുന്നു. അപ്പം ഈ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഡിറാക് കരുതിയത്? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ് ആണെന്നാണ് കരുതിയത്. അവിടെ സ്പിൻ എന്നുള്ള ആംഗുലാർ മൊമെൻ്റ് നമുക്കറിയാം, പക്ഷേ ഡിറാക്കിന് അന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ സ്പിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഇത് ഓർക്കണ്ട ഇപ്പം, കാരണം സ്പിൻ ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഡിറാക്കിൻ്റെ അടുത്ത് ആകെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം വിച്ച് ഈസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രീ പാർട്ടിക്കിളുടെ കേസിൽ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഈച്ച് കോമ്പോണൻറ്റ്, അതായത് ഈച്ച് കോമ്പോണൻറ്റ് മീൻസ് എക്സ്, എൽ വൈ, എൻ, എൽ സെഡ്. ഇവിടെ എക്സ് വൈ സെറ്റിന് പകരം L1, L2, L3 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പ്രോബ്ലം അല്ല. അപ്പം ഈ ഈച്ച് കോമ്പോണൻറ്റും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് സെപ്പറേറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. അത് തമ്മിലൊരു കണക്ഷൻ ഇല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? dl/dt ഈസ് ഈക്വൽ ടു 1/IH കട്ട് എച്ച് വിത്ത് കമ്മ്യൂട്ടേറ്റർ എച്ച് വിത്ത് LI പ്ലസ് ∂L/∂t. കൺസിഡർ ചെയ്യണം ദർ ഈസ് നോ എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻറ്റ്. സോ വി ഹാവ് ടു കൺസിഡർ ∂L/∂t ഈസ് ഈക്വൽ ടു 0. സോ ദ ഇക്വേഷൻ ഓഫ് മോഷൻ ബിക്കം dl/dt ഈസ് ഈക്വൽ ടു 1/IH കട്ട് commutator bracket h with L. So for a constant motion അല്ലെങ്കിൽ for a conserved quantity the dl/dt should be 0. That means the right hand side commutator bracket h with L should be commutator or the value becomes vanish. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂട്ടേറ്റർ h with L is equal to 0 അല്ലെങ്കിൽ എന്ത് ചെയ്യും? LH ആയിട്ട് എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഇതെന്തുകൊണ്ടാണ് എടുത്തത്? L എന്തുകൊണ്ടാണ് എടുത്തത്? L എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. L എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആണ്. ഈ L എന്നുള്ള ഒരു ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ച് മാത്രമേ അന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. സ്പിൻ എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഇല്ല. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഈ കേസിൽ L ആണ്. കാരണം അവിടെ നമുക്ക് സ്പിൻ, അവിടെ മീൻസ് ആ ഡിറാക് അന്ന് ചെയ്യുന്ന സമയത്ത് സ്പിന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ അപ്പോൾ നമ്മൾ എന്താണ് കമ്മ്യൂട്ടേറ്റർ എച്ച് വിത്ത് LI. നമ്മളിവിടെ ഫസ്റ്റ് എക്സ് കോമ്പോണൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഈച്ച് ടേമും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. സോ കമ്മ്യൂട്ടേറ്റർ എച്ച് വിത്ത് LI ഈസ് ഈക്വൽ ടു IH dl/dt. കൺസേർവ്ഡ് ആണെങ്കിൽ ഇത് എന്ത് കിട്ടണം? 0 എന്ന് കിട്ടണം. ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളത് ചെക്ക് ചെയ്യും. 0 ആണ്. 0 ആണെങ്കിൽ ഓൾറെഡി കൺസേർവ്ഡ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് തന്നെയാണ് ആംഗുലാർ മൊമെൻ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിറാക് ഹാമിൽട്ടോണിയൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് LHSൽ ഇതുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള IH കട്ട് dl1/dt. dl1 മീൻസ് L1 LXനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. dl1/dt ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് HS
what is the Dirac Hamiltonian? We have the Dirac Hamiltonian H is equal to C into alpha dot P plus beta mc square, where the alpha and beta are the Dirac matrices as we know, with L1. Okay, we have to expand the commutator bracket. So ഇവിടെ നമ്മൾ L1 ആണ് എടുക്കുന്നത്. So we have to expand alpha dot P as സിഗ്മ കെ ആൽഫ കെ പി കെ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. എങ്ങനെ എഴുതാം? സി ഇൻറ്റു സിഗ്മ കെ ആൽഫ കെ പി കെ പ്ലസ് ബീറ്റ എം സി സ്ക്വയർ വിത്ത് L1. L1ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവില്ലേ? ഓക്കെ, കുറേ കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വിത്ത് L1 ചെയ്തു. ദെൻ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാണ്. അപ്പം ബീറ്റ ഈ x2 ആയിട്ടും P2 ആയിട്ടും കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൽ എന്ത് ചെയ്താലും അത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഞാനത് എഴുതുന്നില്ല. ദെൻ ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമുമായിട്ട്, അതായത് ഫസ്റ്റ് ടേമിലെ ബീറ്റ ഈ സെക്കൻഡ് ടേമുമായിട്ടൊക്കെ എന്ത് ചെയ്യും? കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാനത് എഴുതുന്നില്ല. ദെൻ ഇതിൽ ആൽഫ കെ അങ്ങനത്തെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സി ഇൻറ്റു സിഗ്മ കെ ആൽഫ കെ എന്നുള്ള ടേം കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദെൻ ഈ ഫസ്റ്റ് ടേമിൽ ഈ പി കെ ഉള്ളത് കൊണ്ടാട്ടോ കുറച്ച് ടേം വരുന്നത്. ദെൻ കോമൺ ആയിട്ടൊരു കേളി ബ്രാക്കറ്റ് ഇട്ടു. ദെൻ കമ്മ്യൂട്ടേറ്റർ പി കെ വിത്ത് x2 P3 മൈനസ് പി കെ വിത്ത് x3 P2. ഓക്കെ, വിച്ച് ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ കെ ആൽഫ കെ പി കെ വിത്ത് x2 വിത്ത് P3 ആസ് ഔട്ട്സൈഡ് പ്ലസ് x2 ലെഫ്റ്റ് സൈഡിൽ ഔട്ട്സൈഡ് ആയിട്ട് എഴുതിയിട്ട് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് പി കെ വിത്ത് P3, ദെൻ പുട്ട് ദിസ് മൈനസ് സൈൻ, ദെൻ കമ്മ്യൂട്ടേറ്റർ പി കെ വിത്ത് x3 വിത്ത് P2 ആസ് ഔട്ട്സൈഡ്, ദെൻ മൈനസ്. ഈ മൈനസ് വന്നത് ഇത് മൊത്തം ഇവിടെ ഒരു മൈനസ് ഇല്ലേ, ആ മൈനസ് ഇവിടെ ശരിക്കും പ്ലസ് അവർ, പക്ഷേ ഇവിടെയുള്ള ഈ മൈനസ് കൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ദെൻ പി കെ വിത്ത് P2, സോറി ഇവിടെ x2 എഴുതിയത് മാറിപ്പോയി, x2 ഇവിടെ വേണ്ടത്. അപ്പം എന്തായാലും കുഴപ്പമില്ല. ഈ രണ്ട് ടേമും എന്തായിരിക്കും? ഈ പി കെ വിത്ത് P3യും പി കെ വിത്ത് P2 എന്നുള്ള ടേമും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്ന ഈ രണ്ട് ടേം മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ജി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ കെ ആൽഫ കെ ഇൻറ്റു കേളി ബ്രാക്കറ്റിൽ പി കെ x2 വിത്ത് P3 മൈനസ് പി കെ x3 P2. ഓക്കെ, ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേം വിൽ ബി വാനിഷസ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ജസ്റ്റ് ഓർമ്മയുള്ള ആൾക്ക് അതെന്തുകൊണ്ടാണ് വാനിഷ് ആയതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഈ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിൻ്റെ വാല്യൂ എഴുതാൻ പോവുകയാണ്. അപ്പോൾ പി കെ വിത്ത് x2 എന്താണ്? മൈനസ് IH കട്ട് ഡെൽറ്റ 2K അല്ലേ? പി കെ ജനറലായിട്ട് കമ്മ്യൂട്ടേറ്റർ XI PJ എന്താണ്? IH കട്ട് ഡെൽറ്റ IJ. ഇവിടെ പി ആണ് ഫസ്റ്റ് വന്നത്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. സിമിലർലി ഹിയർ പി കെ x3 the value becomes minus IH cut delta 3K. ഓക്കെ അല്ലേ? ഇനി ആ രണ്ട് വാല്യൂം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡെൽറ്റ 2K എന്ന് ഇങ്ങനെ എടുത്തെഴുതുന്നത് കുറച്ച് വൃത്തികേടാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഓക്കെ, കേക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് ഈ ഒരു ഫസ്റ്റ് കേസിൽ പുട്ട് കേസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കണം. ഈ ഒരു കേസിൽ കേസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പം ഈ സമ്മേഷൻ ഒഴിവാക്കിക്കൂടെ? കാരണം ഈ സമ്മേഷൻ മീൻസ് എന്താണ്? ഇവിടെ ക്യാൻ്റെ വാല്യൂ ആകെ 3 വാല്യൂസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആൽഫ 1 P1 ആൽഫ 2 P2 ആൽഫ 3 P3 അങ്ങനത്തെ 3 കേസേ ഉണ്ടാവുള്ളൂ. അതിലാകെ 2 എന്നുള്ള കേസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ ഒരു കേസിൽ ഇവിടെ 3 എന്നുള്ള കേസ് മാത്രമേ എക്സിസ്റ്റ് ആവുള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഈ രണ്ടിൽ മൈനസ് IH കിട്ടിയിട്ട് ഞാൻ പുറത്തെടുത്തി. സി ഇൻറ്റു ഈ സമ്മേഷൻ ക്യാൻസൽ ചെയ്യും പറഞ്ഞു. ദെൻ ഫസ്റ്റ് ടേമിൽ ഇവിടെ ഒരു P3 ഉണ്ട്, ഇവിടെ കേക്ക് നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ആൽഫയ്ക്ക് എന്താവും? ആൽഫ 2 P3 മൈനസ് സെക്കൻഡ് ടേമിൽ ഓൾറെഡി P2 ഇവിടെ ഉണ്ട്, ഇവിടെ കേസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കണം. അപ്പോൾ ഈ ആൽഫയ്ക്ക് ഇതിനും കൂടെ ഉള്ളതാണല്ലോ. ആൽഫ കെ ബിക്കംസ് ആൽഫ 3 P2. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പം ഇത് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിവിടെ നിന്നാണ് തുടങ്ങിയത്. കമ്മ്യൂട്ടേറ്റർ H വിത്ത് L1, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ H വിത്ത് L1 ഇസ് ഈക്വൽ ടു മൈനസ് IH കട്ട് C ഇൻറ്റു ആൽഫ ക്രോസ് P ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. അപ്പോൾ ആൽഫ ക്രോസ് P നിങ്ങൾ ജസ്റ്റ് എഴുതുക, ഇങ്ങനെ നേരത്തെ എഴുതിയ പോലെ എഴുതി നോക്കുക, ഡിറ്റർമിനൻ്റ് ഫോമിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതും? ആൽഫ ക്രോസ് പിയുടെ എക്സ് കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ് എന്ത്? ഈ ഒരു വാല്യൂ.
അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ടേംസും കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ഫോർ എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി അതിൻ്റെ ഈച്ച് ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഓരോ ടേമും എന്തായിരിക്കണം എന്ന് പറഞ്ഞു. കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആണെങ്കിലും ഈച്ച് ടേം എന്തായിരിക്കണം സെപ്പറേറ്റ്ലി 0 ആയി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി കമ്മ്യൂട്ട് വിത്ത് എച്ച് ആയിട്ട് എന്ത് ചെയ്യണം കമ്മ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോമ്പോണൻ്റ് ആയിട്ടുള്ള L1 എന്ത് ചെയ്യുന്നില്ല കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കണം 0 ആയിരിക്കണം. ഇവിടെ വാല്യൂ 0 അല്ല, ദർ ഇസ് എ നോൺ സീറോ വാല്യൂ വിത്ത് -IH cut C of alpha cross P of first component. Or generally commutator H with L can be written as IH cut C of ഈ മൈനസും ഈ ക്രോസ് പ്രൊഡക്റ്റ് റിവേഴ്സ് എഴുതി അപ്പം P cross alpha put it which is not equal to 0 put it as equation number 3. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇതുവരെ എന്താ പറഞ്ഞത്? നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ അന്ന് ഓർബിറ്റൽ എന്നൊന്നും ഇല്ലായിരുന്നു, അന്ന് അതായിരുന്നു ആംഗുലാർ മൊമെൻ്റ്. അപ്പോൾ ആ ആംഗുലാർ മൊമെൻ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ബേസിക്കായിട്ട് ഒബേ ചെയ്യേണ്ട, അതായത് കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ ആയിരിക്കുമ്പം എന്ത് ചെയ്യണം അതിന് ഹാമിൽട്ടോണിയനായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം എന്നുള്ള ബേസിക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റൂൾ എന്ത് ചെയ്യുന്നില്ല ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഡിറാക്ക് തിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡിറാക്ക് തിങ്ക് ചെയ്തപ്പോൾ ഡിറാക്കിന് മനസ്സിലായി ഈ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് ആണല്ലോ കൺസേർവ്ഡ്. അപ്പം ഇതെന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓൺലി അസോസിയേറ്റഡ് വിത്ത് ഓർബിറ്റൽ മോഷൻ ഓഫ് ദ പാർട്ടിക്കിളാണ്. ഇത് എന്തായിരുന്നില്ല ഡിറാക് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുമ്പം ഇതൊരു അതിനെ ഡിറാക് പാർട്ടിക്കിളിലെ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് അല്ല ഈ എല്ല്. അപ്പോൾ അവിടെ വേറെ ഒരു എക്സ്ട്രാ എന്തോ ഒന്നും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് സ്പിൻ എന്നുള്ള ഇത് വന്നത്. അപ്പോൾ സ്പിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ സ്പിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു ഓപ്പറേറ്റർ എന്നാണ് ഡിറാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായും ആ ഒരു ന്യൂ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ എച്ചുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടണം? ഇതിൻ്റെ നെഗറ്റീവ് കിട്ടണം, എങ്കിലല്ലേ ടോട്ടൽ വാല്യൂ 0 ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഡിറാക്ക് എന്തെത്തിയത് ഒരു സ്പിൻ ആംഗുലാർ മൊമെൻ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഈ സ്പിൻ ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ കുറച്ച് അതിന് ക്ലാസിക്കലായിട്ടുള്ള അനലോഗസിൽ അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഞാൻ നോട്ട്സ് തരുമ്പോൾ നിങ്ങൾ വായിക്കുക. അപ്പം ഈ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റത്തിന് ആ സ്പിൻ ആംഗുലാർ മൊമെൻ്റത്തിന് അദ്ദേഹം എസ് എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് J is equal to L+S where L is the angular momentum associated with the orbital motion of Dirac particle, which is known as the orbital angular momentum, and S is associated with the spin motion of Dirac particle and is known as the spin angular momentum. But the vector sum of both orbital and spin angular momentum gives the total angular momentum which is represented with the alphabet capital J. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഈ എസ്സിനെ കുറിച്ച് എസ് എപ്പോഴും എന്താണ് അൺനോൺ ആണ്, തിയററ്റിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻറ്റിൽ അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറാക്ക് ഒരു ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് മുന്നേ എസ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രോപ്പർട്ടീസ് എസ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ വേണം, അത് ഇന്നൊക്കെ സംഭവം ഒബേ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് J is equal to L+S put it as equation number 4 and S ഇൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് SI വിത്ത് SJ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് IH cut എപ്സിലോൺ IJK SK. ഇത് നമ്മൾ ആംഗുലാർ മൊമെൻ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. L ഒബേ ചെയ്യുന്ന അതേ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റൊക്കെ എന്തും ഒബേ ചെയ്യും, S ഒബേ ചെയ്യും. ദ SNL കമ്പോണൻറ്റിൻ്റെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് 0 ആയിരിക്കും. പിന്നെ S വിത്ത് Hൻ്റെ വാല്യൂ എന്തായിരിക്കണം? -IH cut C into P cross alpha. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? നേരത്തെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 +IH cut C into P cross alpha ഇല്ല. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം എപ്പോഴും എച്ചുമായിട്ട് കൺസേർവ്ഡ് അടിക്കണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈ ഒരു വാല്യൂ ആണെങ്കിൽ മാത്രമേ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുള്ളൂ. പിന്നെ എസ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബട്ട് അതിൻ്റെ സ്പിന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറാക്ക് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറാക്ക് ഒരു ഡിറാക്ക് സ്പിൻ വെക്ടർ സിഗ്മ ഡി അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ അഡീഷണൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു എല്ലിനോട് ആഡ് ചെയ്യേണ്ട ഒരു എസ് ഇല്ലേ, എസ് ഈ എച്ച് കട്ട് സിഗ്മ ഡി എന്നുള്ള ഒരു ഓപ്പറേറ്ററിനാണ് വന്നത്. വിത്ത് where sigma d is the Dirac spin vector and is defined as sigma d is equal to sigma 0 0 sigma. Put it as equation number 7. അപ്പം
ഈ സിഗ്മ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതി നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ദെൻ വി ഗെറ്റ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡി സിഗ്മ 1d ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സിഗ്മ 1d വിത്ത് എച്ച് പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 8 നമ്മൾ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം സി ഇൻറ്റു ആൽഫ ഡോട്ട് പി പ്ലസ് ബീറ്റ എം സി സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. സിഗ്മ 1d സി ഇൻറ്റു സിഗ്മ കെ ആൽഫ കെ ബീറ്റ പി കെ പ്ലസ് ബീറ്റ എം സി സ്ക്വയർ. ദെൻ അതൊന്ന് എങ്ങനെ രണ്ട് ടേം ആക്കി എഴുതി. ഈസ് ഈക്വൽ ടു സിഗ്മ 1d കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് സിഗ്മ 1d വിത്ത് സി ഇൻറ്റു ആൽഫ കെ പി കെ പ്ലസ് സിഗ്മ ഉണ്ട് ഇവിടെ പ്ലസ് സിഗ്മ 1d സി ഇൻറ്റു ബീറ്റ എം സി സ്ക്വയർ പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ ഇനി ഫെർദർ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സിഗ്മ 1ഡിൻ്റെ കമ്മ്യൂട്ടേഷൻ പ്രോപ്പർട്ടീസൊക്കെ അറിയണം. അപ്പം അത് ഫസ്റ്റ് കേസ് സിഗ്മ വിത്ത് പി എപ്പോഴും 0 ആയിരിക്കും. ദെൻ സിഗ്മ 1d ആൽഫ 1 0 ആണ്. സിഗ്മ 1d ആൽഫ 1 ആണ് 0, ബട്ട് സിഗ്മ d വിത്ത് ബീറ്റ 0 ആണ്. ദെൻ സിഗ്മ 1d വിത്ത് ആൽഫ 2ൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് 2i ആൽഫ 3 ആൻഡ് സിഗ്മ 1d വിത്ത് ആൽഫ 3ൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് മൈനസ് 2i ആൽഫ 3. ഈ രണ്ട് ഇക്വേഷൻ, ഈ ഒരു 3 ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 10 സബ്സ്റ്റിറ്റ്യൂട്ട് 10 in 9 വി ഗെറ്റ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐ എച്ച് കട്ട് ഡി സിഗ്മ 1d ബൈ ഡി ടി. ഓരോ ടേമും ഫസ്റ്റ് ടേം എന്തായാലും 0 ആയിപ്പോവും. ദെൻ ബാക്കി ഉണ്ടാവുക സി ഇൻറ്റു സിഗ്മ 1d ആൽഫ 1 P1 പ്ലസ് സി ഇൻറ്റു സിഗ്മ 1d ആൽഫ 2 P2. ജസ്റ്റ് ആ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. പ്ലസ് സി ഇൻറ്റു സിഗ്മ 1d ആൽഫ 3 P3. അതിൽ ഈ സിഗ്മ 1d P1ആയിട്ടും ആൽഫ 1ആയിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടേം 0 ആവും. ദെൻ ഈ രണ്ട് ടേമും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് സിഗ്മ 1d ആൽഫ 2 P2 പ്ലസ് ആൽഫ 2 ഇൻറ്റു സിഗ്മ 1d P2 പ്ലസ് സെക്കൻഡ് ടൈം എക്സ്പാൻഡ് ചെയ്താൽ സിഗ്മ 1d വിത്ത് ആൽഫ 3 P3 പ്ലസ് ആൽഫ 3 ഇൻറ്റു സിഗ്മ 1d P3. സി കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ദെൻ ഈ രണ്ട് ടേം എന്തായിപ്പോവും? 0 ആയിപ്പോവും. ദെൻ സിഗ്മ 1d ആൽഫ 2ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 9 എടുത്ത് എഴുതാണ് വിച്ച് ഈസ് 2i ആൽഫ 3 ആൻഡ് സിഗ്മ 1d ആൽഫ 3ൻ്റെത് മൈനസ് 2i ആൽഫ 2. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ആ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി ഇൻറ്റു 2i ആൽഫ 3 P2 മൈനസ് 2i ആൽഫ 2 P3 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊരു വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് എടുത്തെഴുതിയാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2ic ഇൻറ്റു ആൽഫ 2 P3 മൈനസ് ആൽഫ 3 P2 വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് എടുത്തെഴുതി ഐ എച്ച് കട്ട് ഡി സിഗ്മ 1 ബൈ ഡി ഡി ടി. സിമിലർലി ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ടേംസും ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഇതേപോലെ ബാക്കിയുള്ള ടേംസിന് സിഗ്മ 2dക്കും സിഗ്മ 3dക്കും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഈ ഒരു ഇക്വേഷന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പറേറ്റർ ഹാഫ് എച്ച് കട്ട് സിഗ്മ 1dൻ്റെ ഫോമിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എച്ച് കട്ട് ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ഐ എച്ച് കട്ട് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എച്ച് കട്ട്. കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവിൻ്റെ ഉള്ളിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഹാഫ് എച്ച് കട്ട് സിഗ്മ 1d ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ഐ സി എച്ച് കട്ട് ഉണ്ട്, ഈ 2ഉം ഹാഫും ക്യാൻസൽ ചെയ്തു പോകും. കാരണം ഇവിടെ എച്ച് കട്ട് ബൈ 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 2ഉം ഇവിടെ ഉണ്ടാകുന്ന 2 കൊണ്ടും 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ വി ഗെറ്റ് ഐ സി എച്ച് കട്ട് ഇൻറ്റു ആൽഫ 3 P2 മൈനസ് ആൽഫ 2 P3 പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 11. എഗെയിൻ ആൽഫ 2 P3 മൈനസ് ആൽഫ 2 P3 കണ്ടാൽ അറിയാം ഒരു ക്രോസ് പ്രോഡക്റ്റ് മോഡലാണ്. സോ വി ഗെറ്റ് ഐ സി എച്ച് കട്ട് ഇൻറ്റു ആൽഫ ക്രോസ് പി ഓർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഐ സി എച്ച് കട്ട് ഇൻറ്റു പി ക്രോസ് ആൽഫ. ഇപ്പം ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എഴുതിയ ഇക്വേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് നെഗറ്റീവാണ്. രണ്ടും കൂടെ സം ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഡിറാക്ക് ഊഹിച്ച ആ കാര്യങ്ങളും ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തിന് വേണ്ടി സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് ഡിറൈവ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പറേറ്ററൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ രണ്ട് ഓൾറെഡി ഇക്വേഷൻ 2ൽ കണ്ടുപിടിച്ച ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ദെൻ ഇക്വേഷനിൽ 11 കണ്ടുപിടിച്ച ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ എഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് L1 പ്ലസ് ഓൾറെഡി ആദ്യം L1 ആയിരുന്നു, ഇവിടെ ഡി സിഗ്മ 1 എച്ച് ഹാഫ് എച്ച് കട്ട് ഇൻറ്റു സിഗ്മ 1d ബൈ സിഗ്മ 1d ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 12.
derivative of something is equal to 0 means something is a constant, that is L1 plus half h gut sigma 1 d is equal to constant. Equation 13, that is j is equal to L plus s with the value of s as half h gut sigma d. ഇനി അതിൻ്റെ ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് ഡിറാക് സ്പിൻ വെക്ടേഴ്സിൻ്റെ സിഗ്മ 1 d സ്ക്വയർ is equal to sigma 2 d സ്ക്വയർ is equal to sigma 3 d സ്ക്വയർ is equal to 1. എന്താ അതിൻ്റെ ഈഗൺ വാല്യൂസും കൂടെ നോക്കേണ്ടത്. ഈഗൺ വാല്യൂസ് ഓഫ് എസ് is equal to half h gut sigma d is equal to h gut by 2. സിഗ്മ d സ്ക്വയർ 1 അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഈഗൺ വാല്യൂ പ്ലസ് ഓർ മൈനസ് h gut by 2. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തെന്നാ, ഈ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം അല്ലെങ്കിൽ ഇതാണ് എന്ത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ഇതെന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്പിൻ എന്നുള്ള കോൺസെപ്റ്റ് ഈ ഡിറാക് ഇക്വേഷൻ വെച്ചിട്ട് ആദ്യത്തെ കേസിൽ കിട്ടില്ല. അപ്പം ഡിറാക് ഇതാക്കി അത് നമ്മുടെ അത് ഓർബിറ്റ് ആ ഒരു കൺസിഡർ ചെയ്ത ആംഗുലർ മൊമെൻറ്റം ഓൺലി അസോസിയേറ്റഡ് വിത്ത് ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ഡിറാക് പാർട്ടിക്കിൾ. സോ വി ഹാവ് ടു കൺസിഡർ another angular momentum which is associated with the motion. സോ അങ്ങനെയാണ് ഡിറാക്ക് എത്തിയത്, സ്പിൻ എന്നുള്ള കോൺസെപ്റ്റിൽ എത്തിയത്. അങ്ങനെ ഡിറാക്ക് എന്ത് ചെയ്തു, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്നും കറസ്പോണ്ടിങ് സ്പിൻ എന്നുള്ള ഒരു ന്യൂ കോൺസെപ്റ്റും കൂടെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് സ്പിന്നിൻ്റെ കേസ് പറയാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ സ്പിൻ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻ്റ് എന്നും കൂടെ ജസ്റ്റ് ഒരു വരുന്നുണ്ട്. കാരണം ഇത് ഓർബിറ്റൽ മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തതല്ല, അത് സ്പിന്നിൻ്റെ. അതിന് ഞാൻ പറഞ്ഞു ക്ലാസിക്കലായിട്ട് തന്നെ അനലോഗസ് ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എഴുതിയ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന സ്പിന്നിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ. ഈ ക്ലാസിക്കലായിട്ട് അനലോഗസ് ഇല്ല, ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻ്റം ആണ്, അതിൻ്റെ ഈഗൺ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് h gut by 2 ആണ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ എടുത്തെഴുതാം. അപ്പം ഈ ഡിറാക് ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ ഡിറാക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിളിൻ്റെ ഡിറാക് പാർട്ടിക്കിളിൻ്റെ സ്പിൻ എന്നുള്ള കോൺസെപ്റ്റും കൂടെ എന്ത് ചെയ്തു, ഡിറാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. കുറച്ച് നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, കുറച്ചൊരു ഡെറിവേഷൻ ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് വായിക്കുക, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.